ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. യുവതലമുറയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലെന്ന് പറയുന്നവർ തിരുത്തേണ്ട സമയം കഴിഞ്ഞു. ഈ അവധിക്കാലം വിനോദമാക്കാതെ സാമൂഹ്യ സേവനവുമായാണ് വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. പ്രഖ്യാപനങ്ങൾ വാക്കുകളിൽ ഒതുക്കാതെ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുന്ന വിദ്യാർത്ഥികളുടെ റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കോൺഗ്രസിലെ തർക്കത്തിൽ കക്ഷി ചേരാൻ താൽപര്യമില്ലെന്ന് മുസ്ലിം ലീഗ്. പറയാനുള്ളത് മുന്നണി യോഗത്തിൽ പറയുമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. നോട്ട് നിരോധന വിഷയത്തിൽ എം.ടി. വാസുദേവൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എ.എൻ. രാധാകൃഷ്ണൻ. രാജ്യം മാറിയത് എം.ടി. അറിഞ്ഞില്ലേ എന്ന് പരിഹാസം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ. പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ ഉപവാസം. വാർത്തകൾ വിശദമായി. കോൺഗ്രസിലെ തർക്കത്തിൽ കക്ഷി ചേരാൻ താൽപര്യമില്ലെന്ന് മുസ്ലിം ലീഗ്. പറയാനുള്ളത് മുന്നണി യോഗത്തിൽ പറയുമെന്ന് എം.പി. ഇ.ടി. മുഹമ്മദ് ബഷീർ. പ്രതിപക്ഷം ശക്തമാകണമെന്നും എം.എം. മണി രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അക്കാര്യത്തിൽ ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത് കോൺഗ്രസിനകത്തുള്ള സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിന് പരിഹാരം കാണാൻ പറ്റുന്ന ഒരു നേതൃത്വം കോൺഗ്രസിനുണ്ട്. അവരത് എന്ത് ചെയ്യും? ടി.പി. വധക്കേസിലും മുത്തലാഖ് പോലുള്ള വിഷയങ്ങളിലും ഒന്നും മിണ്ടാത്ത എം.ടി. വാസുദേവൻ നായർ നോട്ടു നിരോധനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എ.എൻ. രാധാകൃഷ്ണൻ. രാജ്യം മാറിയത് എം.ടി. അറിഞ്ഞില്ലേയെന്നും അദ്ദേഹം ചോദിച്ചു. 29-ന് എൽ.ഡി.എഫ് നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങല തള്ളിക്കളയാൻ ആഹ്വാനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുമാനായ ടി.പി. മരണപ്പെട്ടു. ടി.പി. ചന്ദ്രശേഖരൻ വീടിന്റെ തൊട്ടടുത്ത് വെളിപ്പാടകലെ 51 വെട്ടിയ കൊന്ന്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ തൂലിക ചലിച്ചില്ല. അദ്ദേഹത്തെ ആ സമയത്ത് മുഴുവൻ കണ്ടില്ല. അദ്ദേഹം താമസിക്കുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ മുത്തലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു. അദ്ദേഹത്തെ ഈ പ്രദേശത്ത് കണ്ടില്ല. ഈ പ്രദേശത്ത് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തെ കണ്ടില്ല. എന്തിനാണ് അദ്ദേഹം ഇപ്പൊ തിരൂരിൽ ഈ തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ പോയിട്ട് എന്തിനാണ് ഈ കിളിനാദം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെ പ്രീതിപ്പെടുത്താനാണ്? നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പരിഷ്കരണ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന പരിപാടിയാണ് 29-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങല എന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എ.എൻ. രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും നേതൃത്വത്തിൽ കള്ളപ്രചരണങ്ങളാണ് നടക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങളെ ബി.ജെ.പി. സർക്കാർ തകർക്കുന്നു എന്നാണ് ധനമന്ത്രി സ്ഥാനത്തും അസ്ഥാനത്തും പ്രഖ്യാപിക്കുന്നത്. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷം 2800 കോടി രൂപയോളം സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപമായി വന്നത് എം.എൽ.എമാരുടെ അനധികൃതമായ ഫണ്ടാണെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മൊത്ത വ്യാപാരികളുടെ കള്ളക്കച്ചവടത്തിന് ധനമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. ആദ്യം പാവപ്പെട്ടവർക്ക് റേഷൻ കൊടുത്തിട്ട് മനുഷ്യച്ചങ്ങല നടത്തിയാൽ മതിയെന്നും അദ്ദേഹം പരിഹസിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗം എം. മോഹനൻ എന്നിവരും പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ രംഗത്ത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ജീവനക്കാർ കൂട്ട ഉപവാസം നടത്തി. എൻജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. തപാൽ മേഖലയിൽ ജീവനക്കാർ നേരിടുന്ന ചൂഷണങ്ങൾക്കെതിരെയാണ് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് കോഴിക്കോട് ഡിവിഷൻ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. തപാൽ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മീഷൻ റിപ്പോർട്ട് 2016 നവംബർ 24-ന് പോസ്റ്റൽ ബോർഡ് സെക്രട്ടറിക്ക് സമർപ്പിച്ചെങ്കിലും നാളിതുവരെ പ്രസിദ്ധീകരിക്കുകയോ സംഘടനകൾക്ക് കോപ്പി നൽകുകയോ ചെയ്തിട്ടില്ല. ഇത്തരം നടപടികൾ തൊഴിലാളി വിരുദ്ധമാണെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത്. കോടതി ഉത്തരവിനെ മറയാക്കി കേരള സർക്കിളിൽ വ്യാപകമായി പോസ്റ്റ്മാൻ തസ്തികൾ വെട്ടിക്കുറയ്ക്കുകയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാർ പ്രതിഷേധം ശക്തമാക്കിയത്. കോഴിക്കോട് എസ്.എസ്.പി. ഓഫീസിന് മുമ്പിൽ നടന്ന കൂട്ട ഉപവാസം എൻജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. എൻ.എഫ്.പി. പ്രസിഡന്റ് ആർ. ജയനേന്ദ്രകുമാർ, സി.കെ. സിജീഷ് കുമാർ, സി.കെ. പ്രഭാകരൻ, സി. ശിവദാസ് തുടങ്ങിയവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിരുന്നു. ജി.ഡി.എസ്. കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുക, പോസ്റ്റ്മാൻ തസ്തികകൾ വെട്ടിക്കുറയ്ക്കരുത്,
പുതിയ കണക്കെടുത്ത് ആവശ്യത്തിൽ പോസ്റ്റ്മെൻ, GDS തസ്തികകൾ സൃഷ്ടിക്കുക, COD ഡെലിവറി കാര്യക്ഷമമാക്കുക, എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഫേക്ക് നോട്ട് ഡിറ്റക്റ്റീവ് മെഷീൻ നൽകുക, CBS, CIS, CSI സംബന്ധിച്ച് ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങിയ സുപ്രധാന ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. 500, 1000 നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ ദുരിതങ്ങൾക്കും പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം സമരം തുടരാനാണ് നീക്കം. രാഷ്ട്രീയ കൌശലം കാണിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നോട്ട് നിരോധന നടപടി കൊണ്ടുവന്നതെന്ന് ET മുഹമ്മദ് ബഷീർ MP. സംഭവത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നോട്ട് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗം നടത്തിയ കൂട്ട ഉപവാസം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് പ്രതിസന്ധി പരിഹരിക്കുക, കച്ചവട മേഖലയെ സംരക്ഷിക്കുക എന്ന ആവശ്യവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹസൻകോയ വിഭാഗം കൂട്ട ഉപവാസം നടത്തി. ET മുഹമ്മദ് ബഷീർ MP ഉപവാസം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ കൌശലം കാണിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നോട്ട് നിരോധന നടപടി കൊണ്ടുവന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി സംസാരിക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ലെന്നും വൻകിട കച്ചവടക്കാരുടെ മാത്രം താൽപര്യം സംരക്ഷിച്ച് ചെറുകിട കച്ചവടക്കാരെ ഇല്ലായ്മ ചെയ്യാൻ അനുവദിക്കുകയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക വൈദഗ്ധ്യമൊന്നും വേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതൊന്നും തന്നെ നോക്കാതെ തന്നെ ചില രാഷ്ട്രീയ ഇച്ഛക്കനുസരിച്ച് ചെയ്തതാണ്, സംശയമില്ല. അറിയാത്തതുകൊണ്ടാവില്ല. കാരണം ബാങ്കിൽ നിക്ഷേപമുള്ളവർക്ക് പണം പിൻവലിക്കാൻ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം ഒഴിവാക്കുക, ചില്ലറക്ഷാമം പരിഹരിക്കുക, ചെറുകിട വ്യാപാരികളുടെ വായ്പാ നിരക്ക് 4% കുറയ്ക്കുക, ബാങ്ക് വായ്പ എടുത്ത വ്യാപാരികൾക്ക് വായ്പാ തിരിച്ചടവിന് 2017 മാർച്ച് 31 വരെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളും ഉപവാസ സമരത്തിൽ ഉയർന്നു. ജില്ലാ പ്രസിഡന്റ് KP അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് K ഹസൻകോയ മുഖ്യപ്രഭാഷണം നടത്തി. V സുനിൽകുമാർ, നൌഷാദ് പവർലാൻഡ്, MA സത്താർ, ഉക്കുമത്ത് വലിയങ്ങാടി, EA റാഷിദ് തുടങ്ങിയവരും സംസാരിച്ചു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനെ വയോജന സൌഹൃദ നഗരസഭയായി പ്രഖ്യാപിക്കുന്നു. ഡിസംബർ 39 ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പ്രഖ്യാപനം നടത്തും. ചടങ്ങിനോടനുബന്ധിച്ച് വയോമിത്രം സംഗീത കൂട്ടായ്മയും സായം സ്മരണിക പ്രകാശനവും നടക്കുമെന്നും ഡെപ്യൂട്ടി മേയർ മീര ദർശക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വളരുന്ന കേരളത്തിൽ വളർത്തിയവർക്ക് ആദരമൊരുക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ. വയോജന സൌഹൃദ നഗരസഭയായി പ്രഖ്യാപിക്കുന്നതോടെ നഗരത്തിലെ വയോജനങ്ങളുടെ സ്വപ്നങ്ങളാണ് പൂവണിയുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ വയോമിത്രം പദ്ധതിയെ മാതൃകയാക്കി മുതിർന്ന പൌരന്മാരുടെ സാമൂഹ്യ, ശാരീരിക, മാനസിക സുരക്ഷ മുൻനിർത്തി വിവിധ പദ്ധതികളാണ് കോർപ്പറേഷൻ ഒരുക്കുന്നത്. പദ്ധതികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഡിസംബർ 30 10 മണിക്ക് ടൌൺഹാളിൽ ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിനോടനുബന്ധിച്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ വയോമിത്രം സംഗീത കൂട്ടായ്മ അരങ്ങേറും. കോർപ്പറേഷൻ വയോമിത്രം സ്മരണികയായ സായത്തിന്റെ പ്രകാശനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ മീര ദർശക് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. MLAമാരായ A പ്രദീപ് കുമാർ, VKC മുഹമ്മദ് കോയ, MK മുനീർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. മുതിർന്ന പൌരന്മാരുടെ ബേസ്ലൈൻ ഡാറ്റ ശേഖരം, വയോജന സൌഹൃദ നഗരസഭാ പ്രഖ്യാപനം, മുതിർന്നവരുടെ മാനസിക, ശാരീരിക, സാമൂഹിക സുരക്ഷ തുടങ്ങി വൈവിധ്യമാർന്ന പദ്ധതികളാണ് കോർപ്പറേഷൻ ഒരുക്കുന്നത്. മുതിർന്ന പൌരന്മാരുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമവും സുരക്ഷയും ലക്ഷ്യമിടുന്ന പദ്ധതി വിജയകരമായാൽ വിപുലമാക്കാനുള്ള മുന്നൊരുക്കങ്ങളും കോർപ്പറേഷൻ നടത്തും. ഇതുകൂടാതെ നഗരസഭയിലെ ഓരോ ICDSന് കീഴിലും മാതൃകാ പകൽ വീടുകൾ ആരംഭിക്കാനും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നുണ്ട്. വാർത്തകളിൽ ഒരിടവേള. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു.
ജില്ലാ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 60ഓളം വിദ്യാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് സെപക് താക്രോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആദ്യ ദിനത്തിൽ പരിശീലന ക്യാമ്പിലെ ക്ലബ്ബുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി നിരവധി വിദ്യാർത്ഥികളാണ് എത്തിയത്. തുടർന്ന് നടന്ന ചാമ്പ്യൻഷിപ്പിൽ പുരുഷ, വനിതാ വിഭാഗങ്ങളിലായി 60ഓളം വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായ ചാമ്പ്യൻഷിപ്പിൽ ടീമുകൾ തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലും മത്സരാർത്ഥികൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. മത്സരാർത്ഥികളുടെ കായിക മികവും പ്രകടനവും ചാമ്പ്യൻഷിപ്പിനെ ശ്രദ്ധേയമാക്കി. ജില്ലാ സെപക് താക്രോ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്ക് പ്രസിഡന്റ് VM മോഹനൻ, സെക്രട്ടറി KK ദാസൻ, ട്രഷറർ KP പുഷ്പാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവധിക്കാലം വിനോദമാക്കാതെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി NSS വളണ്ടിയർമാർ. നിരവധി ദൌത്യങ്ങളുമായി കൊണ്ടോട്ടിയിൽ നിന്നും കോഴിക്കോട്ടെത്തിയ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ ഒന്ന് കാണാം. പഠനത്തിനപ്പുറം തങ്ങൾക്കും ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. കൊണ്ടോട്ടി ബ്ലോസം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വളണ്ടിയർ മാത്രമല്ല ഇവർ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മാതൃകകൾ കൂടിയാണ്. ഏറ്റെടുത്ത ദൌത്യങ്ങൾ നിരവധിയാണ്. അത് വിജയകരമായി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രത്യേകത. കോഴിക്കോട് ബീച്ച് ആശുപത്രിയുടെ ശുചീകരണം അത്തരത്തിലുള്ള ഉദാഹരണമാണ്. 50ഓളം വരുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഊർജം പകരാൻ അധ്യാപകരും ഒപ്പം തന്നെയുണ്ട്. കൊണ്ടോട്ടിയിൽ നിന്നും കോഴിക്കോട്ടെത്തിയ ഇവർക്ക് മുന്നിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നില്ല ലക്ഷ്യം. നിർധനരായ രോഗികൾക്ക് കൈത്താങ്ങാവാൻ ഫണ്ട് സ്വരൂപണവും ഇവരുടെ ദൌത്യങ്ങളിൽ ഒന്നായിരുന്നു. നിർധനരായ രോഗികൾക്ക് സഹായിക്കാനും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇത്തരം സ്ഥാപനങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള അവിടെ ശുചീകരണവും അതുപോലെ തന്നെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നും അതുപോലെ ഭക്ഷണവും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഏതാണ്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ആശുപത്രി പരിസര ശുചീകരണത്തിന് ശേഷം രക്തദാന ക്യാമ്പും ഇവർ ഒരുക്കിയിരുന്നു. NSSന്റെ സപ്തദിന ക്യാമ്പ് ആരംഭിച്ചത് ഡിസംബർ 26-നാണ്. മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവരുടെ സഹവാസ ക്യാമ്പ് നടക്കുന്നത്. ട്രാഫിക് ബോധവൽക്കരണം, വ്യക്തിത്വ വികസന ക്ലാസുകൾ തുടങ്ങി നിരവധി പരിപാടികൾ ക്യാമ്പിൽ നടന്നുകഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വ്യത്യസ്തമാർന്ന പരിപാടികളിലൂടെ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. പ്രതിഷേധിക്കുന്നവനെ അടിച്ചമർത്തുന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻസ് സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വെങ്ങേരി. പട്ടികജാതിക്കാരെ അടിമകളാക്കുന്നതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റിൽ നടന്ന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറി മാറി വരുന്ന കേന്ദ്ര കേരള സർക്കാരുകൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ കൂട്ടായ പ്രക്ഷോഭത്തിലേക്ക് തിരിയുകയാണ് നാഷണൽ അലയൻസ് ഓഫ് SC/ST ഓർഗനൈസേഷൻസ്. ദളിത് ആദിവാസി ജനതയ്ക്ക് നേരെ അതിക്രമങ്ങൾ നടന്നിട്ടും സർക്കാരുകൾ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ഓർഗനൈസേഷന്റെ പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വെങ്ങേരി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധിക്കുന്നവനെ അടിച്ചമർത്തുന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര കേരള സർക്കാരുകൾ പട്ടികജാതിക്കാരെ അടിമകളാക്കുകയാണ്. ദളിതർ സംഘടിച്ചാൽ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. ഇത്തരം സമീപനങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ തന്നെ സംസ്ഥാനത്ത് ദളിത് വിഭാഗങ്ങൾക്ക് നേരെ അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദളിതുകൾ എവിടെ സംഘടിക്കുന്നുണ്ടോ, എവിടെ പ്രക്ഷോഭം നടത്തുന്നുണ്ടോ, അതൊക്കെ തന്നെ പോലീസിനെയും അപ്റ്റി പോലീസിനെയും വിട്ടുകളഞ്ഞ് അവരുടെ എല്ലാ ആ ദളിത് നേതാക്കന്മാരുടെ പേരിൽ അവരുടെ പേരെടുത്ത് അവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഈ സംസ്ഥാനത്ത് ഇത്രയും കാലമില്ലാത്തൊരു സംവിധാനം ഈ സംസ്ഥാനത്ത് നടമാടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഉടനീളം നടക്കുന്ന സാമ്പത്തിക അരാജകത്തിലും റേഷൻ സംവിധാനം തകിടം മറിഞ്ഞതിലും രൂക്ഷമായ വിമർശനങ്ങളാണ് സമരക്കാർ ഉന്നയിച്ചത്. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നേരെ നടക്കുന്ന അക്രമ സംഭവങ്ങൾ സംബന്ധിച്ചും ധർണ പ്രതിഷേധിച്ചു. ധർണാ സമരത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് KK വേലായുധൻ, TV ബാലൻ പുല്ലാളൂർ, KPC കുട്ടി മാസ്റ്റർ തുടങ്ങിയവർ അണിനിരന്നു. കേരള ജയിൽ എക്സിക്യൂട്ടീവ് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ കുടുംബസംഗമം നടന്നു. മുഖ്യ സംസ്ഥാന രക്ഷാധികാരി ശാസ്താംതല സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന പെൻഷനുകാരെ ആദരിച്ചു. കേരള ജയിൽ എക്സിക്യൂട്ടീവ് സർവീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും മുതിർന്ന പെൻഷൻകാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. മുഖ്യ സംസ്ഥാന രക്ഷാധികാരി ശാസ്താംതല സഹദേവൻ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 2017 ആരംഭിക്കുകയാണ്. തീർച്ചയായും 2017 നിങ്ങൾക്കെല്ലാം
സുന്ദരതരമാവട്ടെ. ഹൃദയത്തിൻ്റെ അത്യഗാധമായ മേഖലകളിൽ നിന്ന് സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും കൊച്ചു കൊച്ചു കനികൾ കടക്കിയെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവട്ടെ എന്ന് വിനീതമായി ചിന്തിച്ചുകൊണ്ട് കെ രവീന്ദ്രൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ, സംസ്ഥാന പ്രസിഡന്റ് സി കെ വിജയൻ, സി പി ലോഹിതാക്ഷൻ, എൻ സി വിജയൻ, പട്ടം രവി, കെ മൊയ്തീൻകുട്ടി, പി കെ സുധാകരൻ തുടങ്ങിയവരും സംസാരിച്ചു. നോട്ട് പ്രതിസന്ധിക്കെതിരെ ക്യൂവിൽ 50-ാം ദിവസം എന്ന പേരിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസ്രുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോട്ട് പ്രതിസന്ധിക്കെതിരെ ക്യൂവിൽ 50-ാം ദിവസം എന്ന പേരിൽ പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി. 50 ദിവസത്തിനുള്ളിൽ കറൻസി നിരോധനത്തിന്റെ പേരിൽ ജനങ്ങൾക്കുള്ള പ്രയാസം പരിഹരിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വാക്കു പാലിച്ചില്ല. ഇനിയും എന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന് പറയാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല. ചെറിയ നോട്ടുകൾ സാധാരണ ജനങ്ങളുടെ കയ്യിൽ വരാത്തിടത്തോളം കാലം വ്യാപാരികൾക്ക് പ്രയാസം തന്നെയായിരിക്കും. ഇത് കുത്തകകളെ സഹായിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതിനാൽ ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാവണമെന്ന് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസ്രുദ്ദീൻ പറഞ്ഞു. ഇത് BJPയിലെ ആളുകൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവരറിയും. നോർത്ത് ഇന്ത്യയിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ കേട്ടത് പകുതിയിലധികം ആളുകൾ ഈ സംഗതി അറിയും. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് എം ബാബുമാൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മനാഫ് കാപ്പാട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദം മുൻസി, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി നിഖിൽ, യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ആഷിഖ് ചെലവൂർ, AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ഗവാസ്, അഷ്റഫ് മൂത്തടത്ത്, കെ സേതുമാധവൻ, എം ഷാവുൽ ഹമീദ്, TD ജോസഫ്, സലീം രാമനാട്ടുകര എന്നിവർ സംസാരിച്ചു. ഇസ്ലാം സ്ത്രീക്ക് നൽകുന്നത് ഉന്നതമായ പരിഗണനയെന്ന് കോഴിക്കോട് ടൌൺഹാളിൽ നടന്ന വനിതാ സെമിനാർ അഭിപ്രായപ്പെട്ടു. ജമായത്ത് ഇസ്ലാമി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇസ്ലാം സ്ത്രീ സുരക്ഷ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിലാണ് ഈ അഭിപ്രായം ഉയർന്നത്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. ഇസ്ലാം സ്ത്രീ സുരക്ഷ സ്വാതന്ത്ര്യം എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാർ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചന സമിതി അംഗം PV റഹ്മാബി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീക്ക് മാന്യതയും പവിത്രതയും നൽകുന്നതോടൊപ്പം സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും നാഗരികവുമായ എല്ലാ മേഖലകളിലും അവൾക്ക് ഇടം നൽകുന്ന ഒരു സന്തുലിത മതമാണ് ഇസ്ലാം എന്ന് അവർ പറഞ്ഞു. ഇസ്ലാമിലെ സ്ത്രീയുടെ അവകാശങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങളാണ് ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മുസ്ലിം സ്ത്രീകൾ സംഘടനാ ഭേദമന്യേ ഐക്യപ്പെട്ട് പ്രതിരോധം തീർക്കണം. സൈനിക ഇടത്താവളമായിട്ട് അമേരിക്കയുടെ സൈനിക ഇടത്താവളമായി ഇക്കഴിഞ്ഞു പോയ പ്രധാനമന്ത്രിമാർ ഭരണകൂടം ഭരിച്ച ഘട്ടത്തിൽ ഒന്നും സാധ്യമല്ലാത്ത ഒരു നേട്ടം അമേരിക്ക കൈവരിച്ചത് ഈ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇട്ടുതന്ന് ഉള്ളിലൂടെ നടത്തിയ തന്ത്രമായിരുന്നു. അമേരിക്കക്ക് സൈനിക ഇടത്താവളമായി നമ്മുടെ ഇന്ത്യയെ വകവെച്ചു കൊടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതിലൂടെ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മതപ്രബോധനങ്ങളിലും പ്രഭാഷണങ്ങളിലും സമുദായം മത്സരിച്ചിട്ടും യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് സമൂഹത്തിനെ കാണിക്കാൻ പലപ്പോഴും പരാജയപ്പെടുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം നൂർബിന റഷീദ് അഭിപ്രായപ്പെട്ടു. KP മറിയുമ്മ, MGM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖദീജ നർഗീസ്, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് KT നസീമ, വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് A റഹ്മത്തുന്നിസ, സംസ്ഥാന സെക്രട്ടറി RC സാബിറ, ജില്ലാ പ്രസിഡന്റ് സുലൈഖ, PP ജമീല എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് താലൂക്ക് ഉന്തുവണ്ടി പെട്ടിക്കട ഫുട്പാത്ത് കച്ചവട അസോസിയേഷൻ CITU വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് താലൂക്ക് ഉന്തുവണ്ടി പെട്ടിക്കട ഫുട്പാത്ത് കച്ചവട അസോസിയേഷൻ CITU 27ാം വാർഷിക സമ്മേളനം നടന്നു. ടൌൺഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിതമായി നിന്നാലേ തൊഴിലാളികൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്നും അത്തരത്തിൽ ഐക്യമുണ്ടാക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ സംഘടനയ്ക്കെതിരെ, നിങ്ങൾ സംഘടിക്കുന്നതിനെതിരെ, നിങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ പല രീതിയിലും ഉള്ള തടസ്സങ്ങൾ, എതിർപ്പുകൾ, പ്രചരണങ്ങൾ, കുപ്രചാരങ്ങൾ
താലൂക്ക് പ്രസിഡന്റ് CP സുലൈമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K. രതീഷ്, യൂണിയൻ നേതാക്കൾ TK ശശി, PS മുഹമ്മദ് ബഷീർ, P. നാരായണൻ, KK മൂസക്കോയ, PP മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവടക്കാർക്കു വേണ്ടി സർക്കാർ കൊണ്ടുവന്ന സുരക്ഷിതത്വവും പുനരധിവാസവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാവണമെന്നും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകരോഗങ്ങൾ പടർത്തുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ മായം ചേർക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമുള്ള പ്രമേയം മുൻനിർത്തിയാണ് സമ്മേളനം നടന്നത്. ഡിസംബർ 29 നടക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ കോഴിക്കോട് സൌത്ത് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. ചില്ലർ പ്രശ്നം എന്ന നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് രജിനാസ് മാങ്കാവാണ്. നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നും സഹകരണ മേഖലയെ തകർക്കരുതെന്നും ആവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങല വിജയിപ്പിക്കാൻ വിവിധ പരിപാടികൾ നടന്നുവരികയാണ്. നഗരത്തിലും ഗ്രാമാന്തരങ്ങളിലും പ്രത്യേക ജാഥകളും പ്രചരണ പരിപാടികളും നടന്നു. ഡിവൈഎഫ്ഐ കോഴിക്കോട് സൌത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചില്ലറ പ്രശ്നം തെരുവ് നാടകം അവതരിപ്പിച്ചു. കോഴിക്കോട് മൊഫീസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് രജിനാസ് വാങ്കാവാണ്. നീതു, ജംഷീർ, ഫാത്തിമ സനം, മമത, ഋതുൽ, അഖിൽ, അക്ഷയ്, വിഷ്ണുപ്രിയ എന്നിവർ അഭിനേതാക്കളായി രംഗത്തെത്തി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. ജില്ലാ മജിസ്ട്രേറ്റ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന് 29 സമാപനമാകും. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC യൂണിറ്റിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പിന് തുടക്കമായി. ജില്ലാ മജിസ്ട്രേറ്റ് RL ബൈജു ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നാണ് ജില്ലാ മജിസ്ട്രേറ്റിനെ പറയുന്നത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ മുകളിലാണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരും ജഡ്ജിമാരും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ നിലകൊള്ളുന്നത്. PTA വൈസ് പ്രസിഡന്റ് രാജീവൻ മാടായി അധ്യക്ഷനായിരുന്നു. കൌൺസിലർ N. സതീഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ നോഡൽ ഓഫീസർ മൊയ്തീൻകുട്ടി, PTA വൈസ് പ്രസിഡന്റ് മുരളി ബേപ്പൂർ, സീനിയർ CPO ശ്രീജയൻ, SPC യൂണിറ്റ് CPO ജോബി ആൽബർട്ട് എന്നിവർ സംസാരിച്ചു. 3 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. പരേഡ്, അത്ലറ്റിക് മീറ്റ്, മാജിക് മൊമെന്റ്സ്, മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ, ബീച്ച് ക്ലീനിംഗ്, നാടൻപാട്ട്, ചർച്ചകൾ, സാഹസിക കായിക മത്സരങ്ങൾ, യോഗ, ഭവന നിർമ്മാണം, ശാന്തിഭവൻ യാത്ര എന്നിവയിൽ കുട്ടികൾ പങ്കാളികളാകും. പോലീസ് സേനാംഗങ്ങളും അധ്യാപകരും രക്ഷിതാക്കളും നേതൃത്വം നൽകും. ക്യാമ്പ് 29 സമാപിക്കും. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ T. സിദ്ദിഖിന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം. പെരുമണ്ണയിൽ നടന്ന സ്വീകരണ പൊതുയോഗം മുൻ മന്ത്രി K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട T. സിദ്ദിഖിന് ജന്മനാട്ടിൽ സ്വീകരണം നൽകി. പുത്തൂർമഠം അങ്ങാടിയിൽ നിന്നും വാദ്യമേള ആഘോഷങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചാണ് സിദ്ദിഖിനെ സമ്മേളന നഗരിയിലെത്തിച്ചത്. പെരുമണ്ണ അങ്ങാടിയിലാണ് സ്വീകരണ പരിപാടി നടന്നത്. KPCC എക്സിക്യൂട്ടീവ് മെമ്പറും സ്വീകരണ കമ്മിറ്റി ചെയർമാനുമായ P. മൊയ്തീൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മുൻമന്ത്രി K. സുധാകരൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ പ്രതാപം വിട്ടുപോയ മണ്ണാണ് കോഴിക്കോട്, അത് വീണ്ടെടുക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു അക്കൌണ്ട് തുറക്കുക എന്നതാവണം സിദ്ദിഖിന്റെ അജണ്ടയെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ഏകീകരിച്ചുകൊണ്ട് സിദ്ദിഖ് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ പ്രതാപം നഷ്ടപ്പെട്ടു പോയ മണ്ണാണ് കോഴിക്കോടിന്റെ മണ്ണും. നമുക്ക് ആ പ്രതാപം തിരികെ കൊണ്ടുവരണം. ആ പ്രതാപം നമുക്ക് തിരികെ പിടിക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖോട് ഞാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാവണം കോൺഗ്രസിന് ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കുക എന്ന്. അതിനെന്ത് വേണം? കാലാൾപ്പട നന്നാവണം, കാലാൾപ്പട കരുത്തുള്ളവരാവണം. നമ്മൾ തമ്മിൽ സാമൂഹ്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ ഏകീകരിപ്പിച്ച് ശിലാവിഗ്രഹം പോലെ കൊണ്ടുപോകാൻ സിദ്ദിഖിന് സാധിച്ചാൽ ഒരു തർക്കവും വേണ്ട. ജനാധിപത്യ മതേതര ശക്തികളുടെ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കോഴിക്കോടിന്റെ മണ്ണ്. യോഗത്തിൽ KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻമന്ത്രി ജയലക്ഷ്മി KT, KM പ്രഭാകരൻ, പ്രവീൺ കുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇഫ് ടിക്കറുദ്ദീൻ, DCC സെക്രട്ടറിമാരായ ദിനേശ് പെരുമണ്ണ, നിജേഷ് അരവിന്ദ്, ചോലക്കൽ രാജേന്ദ്രൻ, ഹബീദ് തമ്പി, K. അഹമ്മദ്, C. മാധവദാസ്, PM അശോകൻ, ഉള്ളേരി ശ്രീധരൻ മാസ്റ്റർ, KC രാജേഷ്, K. രാധാകൃഷ്ണൻ, ഓച്ചേരി വിശ്വൻ, KE ഫസൽ തുടങ്ങിയവർ സംബന്ധിച്ചു.
കുരുവട്ടൂർ വാവിലാട്ട് ശ്രീ പാമ്പൂരി കരിയാത്തൻകാവിൽ ചണ്ഡിക ഹോമം 2017 ജനുവരി 1 നടക്കും. കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ വേദവ്യാസ അടികകളുടെ നേതൃത്വത്തിലുള്ള 9-അംഗ സംഘം ഹോമത്തിൽ പങ്കെടുക്കും. കുരുവട്ടൂർ പ്രദേശത്തിന്റെ സർവൈശ്വര്യമായി കുടികൊള്ളുന്ന പുരാതനമായ വാവിലാട്ട് ശ്രീ പാമ്പൂരി കരിയാത്തൻകാവിൽ ജനുവരി 1 ഞായറാഴ്ച ചണ്ഡിക ഹോമം നടത്തും. ഞായറാഴ്ച രാവിലെ 5:30 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പിടി പുതുശ്ശേരിയില്ലം മോഹനൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് 8:30 മുതൽ ചണ്ഡിക ഹോമം ആരംഭിക്കും. ചണ്ഡിക ഹോമത്തിന് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ വേദവ്യാസ അടികകളുടെ നേതൃത്വത്തിലുള്ള 9-അംഗ പണ്ഡിതന്മാർ നേതൃത്വം നൽകും. മാതാ അമൃതാനന്ദമയി മഠാധിപതി ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യയുടെ ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അസിൽ മെമ്മോറിയൽ ഹോക്കി അക്കാദമി നേതൃത്വത്തിൽ 3 ദിവസത്തെ ഹോക്കി ക്യാമ്പിന് തുടക്കമായി. ചടങ്ങിൽ ജില്ലയിലെ മുൻ ഹോക്കി പ്രതിഭകളെ അനുമോദിക്കുകയും ചെയ്തു. ക്യാമ്പ് എം ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ ഹോക്കി ടീം താരമായിരുന്ന അസിൽ ഫഹദിന്റെ ഓർമ്മയ്ക്കായി വളർന്നുവരുന്ന ഹോക്കി താരങ്ങൾക്കായി ഹോക്കി ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ഡിസംബർ 29 മുതൽ 31 വരെ ഈങ്ങപ്പുഴ MGM സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനവും കോഴിക്കോട് ജില്ലയിലെ മുൻ ഹോക്കി പ്രതിഭകളെ അനുമോദിക്കൽ ചടങ്ങും ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. ക്യാമ്പ് എം ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ കാണുന്നുണ്ട്, വോളിബോൾ അസോസിയേഷൻ 200 ക്ലബ്ബുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ. അതുപോലെ തന്നെ ഫുട്ബോള്, ബാസ്കറ്റ്ബോള്, ഷട്ടിൽ ബാഡ്മിന്റൺ, കുറച്ചുകൂടി കഴിയുമ്പോൾ ഷട്ടിൽ ബാഡ്മിന്റൺ കാണാം. ഇവിടെ 100 കണക്കിന് കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുന്നതാണ്. ഇവയൊക്കെ തുലനം ചെയ്യുമ്പോൾ ഹോക്കി വളരെ പുറകിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദേശീയ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും മത്സരത്തിൽ പങ്കെടുത്ത ജില്ലയിലെ ഹോക്കി താരങ്ങളെയും കായിക അധ്യാപകരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. അക്കാദമി സെക്രട്ടറി അർജുൻ തയ്യിൽ അധ്യക്ഷം വഹിച്ചു. PM അർഷിഖ്, KV ജ്യോതിപ്രകാശ്, KV അൻവർ, മുഹമ്മദ് അനസ്, നിഷാം, CP അസീസ് എന്നിവർ സംസാരിച്ചു. കല്യാൺ കേന്ദ്ര ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ മാനാഞ്ചിറ മൈതാനിയിൽ നടക്കും. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സ്കൂൾ തലത്തിലുള്ള ബാസ്കറ്റ്ബോൾ കളിക്കാരെ വളർത്തുക, അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുക എന്നീ ഉദ്ദേശത്തോടുകൂടി കോഴിക്കോട് ജില്ലയിലെ മുൻ ബാസ്കറ്റ്ബോൾ കളിക്കാരും ബാസ്കറ്റ്ബോൾ ലവേഴ്സ് അസോസിയേഷൻ കോഴിക്കോടും ബാസ്കറ്റ്ബോൾ നെറ്റ്വർക്ക് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന 2ാമത് കല്യാൺ കേന്ദ്ര ഓൾ കേരള ഇന്റർ സ്കൂൾ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെ മാനാഞ്ചിറ മൈതാനിയിലെ ഡോക്ടർ CBC വാര്യർ മെമ്മോറിയൽ ഫ്ലഡ് ലിറ്റ് കോർട്ടിൽ നടക്കും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ പ്രത്യേക മത്സരങ്ങൾ ഉണ്ടാകും. വിജയികളാവുന്ന ടീമിന് 7,500 രൂപ വീതവും 2ാം സ്ഥാനക്കാർക്ക് 5,000 രൂപ വീതവും ക്യാഷ് അവാർഡ് നൽകും. കൂടാതെ ട്രോഫികളും സമ്മാനിക്കും. ടൂർണമെന്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ ഇത്തവണ ജൂനിയർ ഇന്ത്യക്ക് വേണ്ടി കളിച്ച അനുഷ IPയെ അനുമോദിക്കും. ഡിസംബർ 30 വെള്ളിയാഴ്ച വൈകുന്നേരം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു. അറിയിപ്പ്: ഈ ഫോട്ടോയിൽ കാണുന്ന മീഞ്ചന്ത സ്വദേശി ജയമോഹനെ ഇക്കഴിഞ്ഞ 26 മുതൽ കാണാതായതായി നല്ലളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ നല്ലളം പോലീസ് സ്റ്റേഷനുമായോ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ 9995486366. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസിലെ തർക്കത്തിൽ കക്ഷി ചേരാൻ താൽപര്യമില്ലെന്ന് മുസ്ലിം ലീഗ്. പറയാനുള്ളത് മുന്നണി യോഗത്തിൽ പറയുമെന്നും ET മുഹമ്മദ് ബഷീർ MP. നോട്ട് നിരോധന വിഷയത്തിൽ MT വാസുദേവൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ. രാജ്യം മാറിയത് MT അറിഞ്ഞില്ലേ എന്ന് പരിഹാസം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ഓൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ. പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ ഉപവാസം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.